ഹലോ കൂട്ടുകാരെ, അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കുടിച്ച് ലക്ക് കേട്ടിട്ടാണ് കേട്ടോ കയറി വരുന്നത്. വാതിൽ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ അലീനയാണ് കേട്ടോ. ബാലേന്ദ്രനെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. പക്ഷേ ബാലേന്ദ്രൻ്റെ അവസ്ഥ കാണുമ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും പഴയതുപോലെ നല്ല പെരുമാറുന്നത്. അലീനനെ കണ്ട ഉടനെ മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ബാലേന്ദ്രൻ സാറിൻ്റെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന. ബാലേന്ദ്രനാണെങ്കിൽ നേരെ കയറി പോകുന്നത് റൂമിലേക്കാണ് കേട്ടോ. അവിടെ ബാലേന്ദ്രൻ്റെയും വൈജയന്തിയുടെയും ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ബാലേന്ദ്രൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്കും ഉണ്ട്. അങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അലീന ചായയും കൊണ്ടുവരുന്നത്. തോക്കും പിടിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ കണ്ടിട്ട് അലീന ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അലീനനെ കാണുമ്പോൾ ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? അപ്പോൾ അലീനയാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ട നിൽക്കുകയാണ് കേട്ടോ തോക്കൊക്കെ കണ്ടിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല സാർ, സോറി സാർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ പോകുമ്പോൾ വാതിലടച്ചേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ നേരെ വന്ന് മുത്തശ്ശിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോയ ബാലേന്ദ്രൻ സാറല്ല തിരിച്ചു വന്നിരിക്കുന്നത്. സാറിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആകെ കുടിച്ച് ബോധമില്ലാതെ സാറ് നിൽക്കുന്നത്. മാത്രമല്ല സാറിൻ്റെ കയ്യിലൊരു തോക്കും ഉണ്ട്. എനിക്കെന്തോ ആ കണ്ടിട്ട് പേടിയാവുന്നു മുത്തശ്ശി. സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഈശ്വര എന്തേ കേൾക്കുന്നത്? ബാലേന്ദ്രൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നല്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്താ പറ്റിയത്? അങ്ങനെ രണ്ടാളും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തിയുടെ ഫോട്ടോ നോക്കിയിട്ട് അതിലേക്ക് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലേന്ദ്രന് തോന്നുകയാണ് വൈജയന്തി മുന്നിൽ നിൽക്കുന്ന പോലെ. ബാലേന്ദ്രനാണെങ്കിൽ തൻ്റെ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ വൈജയന്തിയോട് നേരിട്ട് പറയുന്ന പോലെ ആ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് കേട്ടോ. നീ ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നില്ലേ, എന്നെ ഒരു വേഷം കെട്ടിക്കുകയായിരുന്നില്ലേ, ഒരു പൊട്ടൻ്റെ വേഷം. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീ എന്നെ ഭരിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം. നീ എന്തെങ്കിലും എനിക്കൊരു വില തന്നിട്ടുണ്ടോ? എപ്പോഴും പുച്ഛത്തോടെയും താഴ്ത്തിയും കെട്ടിയല്ലേ നീ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. നീ എന്നോട് സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യ അവൾ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്കിന് ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല. അപ്പോൾ ബാലേന്ദ്രന് അലീന വരുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. ശരിക്കും അവിടെ അലീന ഇല്ല. അപ്പോൾ അലീനയുടെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, നിനക്ക് ഇവൾ ആരാണെന്ന് അറിയോ? അറിയോടി? എന്നാൽ മരിക്കുന്നതിന് മുൻപ് നിനക്കത് അറിയണ്ടേ? അല്ലെങ്കിൽ വേണ്ട, നീ അതറിയാതെ പോട്ടെ. അത് തന്നെയാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെടിയുടെ ഒച്ച കേൾക്കുമ്പോൾ അലീനയും മുത്തശ്ശിയാകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറ്റിയത്, എന്താ സംഭവം എന്നറിയാതെ. അങ്ങനെ അലീന പുറത്തോട്ട് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുന്നു. അലീനയ്ക്കാണെങ്കിൽ അടുത്തേക്ക് പോകാനും പേടിയായി. ഇനി വെടി അങ്ങനെ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ബാലേന്ദ്രൻ്റെ അവസ്ഥ അത്രയ്ക്ക് മാറിപ്പോയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ ബാലേന്ദ്രന് അറ്റാക്ക് പോലെ വരുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ കസേരയിൽ നിന്ന് മറിഞ്ഞ് വീഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴാട്ടോ നമ്മുടെ അലീന ഓടി വരുന്നത്. അങ്ങനെ ബാലേന്ദ്രനെ താങ്ങി പിടിക്കുന്നുണ്ട് അലീന. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ മറിഞ്ഞു പോയിട്ടോ. അപ്പോൾ ബാലേന്ദ്രനെ അവിടെ കിടത്തിയിട്ട് അലീന നേരെ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നേരെ പോയി ശർമ്മ ഡോക്ടറെ വിവരം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർമ്മ ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ആംബുലൻസ് വിളിക്കും. അങ്ങനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ ബാലേന്ദ്രനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രമോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന റിവ്യൂ ആണ് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ നിന്ന് വന്നേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.